അപ്പോൾ 40കൾക്ക് ശേഷമുള്ള സ്ത്രീ എന്ന് പറയുന്നതിനെ സവിശേഷമായിട്ട് സ്ത്രീകൾ തന്നെ വലിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ ഒരു പ്രായത്തിൻ്റെ അതിർവരമ്പായിട്ട് കാണുകയും ജീവിതം ആഘോഷിക്കാനുള്ളതാണ്, ആഘോഷിക്കുമ്പോൾ തന്നെ സാമൂഹികമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിക്കൊണ്ട് എന്ന് പറയുന്ന രീതിയിൽ സാഹിത്യത്തിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങൾ വരുന്നത്. എന്താവണം ഒരു സ്ത്രീക്ക് ആത്യന്തികമായിട്ട് സ്വന്തം ശരീരത്തിലും സ്വന്തം മനസ്സിലും സ്വന്തം യുക്തിയിലും സ്വന്തം ബുദ്ധിയിലും എടുക്കാൻ കഴിയുന്ന സ്വാതന്ത്ര്യം? ഒരു വ്യക്തിക്ക് എന്തെല്ലാം സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുമോ അതെല്ലാം കഴിയണം. മാക്സ് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നത് എനിക്കൊരു സമയത്ത് പുസ്തകം വായിക്കാൻ തോന്നി, ആ പുസ്തകം വായിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടാവണം. അത് കഴിഞ്ഞാൽ എനിക്ക് പുഴയിൽ പോയൊരു മീനെ പിടിക്കാൻ തോന്നി, എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം. ഈ പറഞ്ഞ എല്ലാ സ്വാതന്ത്ര്യവും, അല്ലെങ്കിൽ സിനിമ കാണാൻ തോന്നുന്നു, അല്ലെങ്കിൽ ഒരാളുമായി ഏതെങ്കിലും ഒരാൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ വർത്തമാനം പറയുന്നത് കേൾക്കുന്ന ആളുകളുടെ മനസ്സിൽ ഒരു പുരുഷൻ്റെ ആരും ആവട്ടെ, എനിക്കിഷ്ടപ്പെട്ട ഒരാളുമായി കൂടിച്ചേർന്ന് ഒരു യാത്ര പോകാൻ തോന്നി, എനിക്കത് ചെയ്യാനുള്ള അവകാശം ഉണ്ടാവണം. എന്നാൽ മറുവശത്ത് നിൽക്കുന്ന ഒരാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാവരുത് അത്. എനിക്ക് തോന്നുന്നു 40കൾക്ക് ശേഷം മാത്രമാണോ സ്ത്രീ സ്വാതന്ത്ര്യം അനുഭവിക്കേണ്ടത്? അല്ല. പക്ഷേ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റം സംഭവിക്കുകയാണ്. വിവാഹം കഴിയുന്നു, അമ്മയാകുന്നു, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 5 വർഷം, ഒരു 6 വർഷം ഒരു സ്ത്രീയുടെ വീടിനകത്ത് തളയ്ക്കപ്പെടുകയാണ്. ഇതെന്തുകൊണ്ട് ഇങ്ങനെ ആവുന്നു എന്ന് ചോദിച്ചാൽ ഇത് സ്ത്രീയുടെ ഉത്തരവാദിത്വമാണ്. പ്രസവിക്കാൻ ഞങ്ങൾക്കേ കഴിയുള്ളൂ, ഓക്കെ. പക്ഷേ ഈ കുട്ടിയെ വളർത്തുക, പരിചരിക്കുക, കുടുംബത്തിലെ പരിചരണം, അത് കുട്ടിയുടെ ആവട്ടെ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും ആകട്ടെ, ഈ പരിചരണങ്ങൾ ആരെ ഏറ്റെടുക്കണം? ഇത് സമൂഹം റീതിങ്ക് ചെയ്യേണ്ടതാണ്. പുരുഷന്മാരെ പോലെ അല്ലെങ്കിൽ മറ്റ് ജെൻഡറിനെ പോലെ എല്ലാ അവകാശങ്ങളും എല്ലാ സാമൂഹ്യ സ്വാതന്ത്ര്യവും ആസ്വദിക്കാൻ അവകാശപ്പെട്ടവരാണ് സ്ത്രീകൾ. പക്ഷെ അങ്ങനെ പറയുമ്പോൾ തന്നെയുമാണ് ഭാര്യയുടെ പ്രസവം എന്തുകൊണ്ട് ആശുപത്രിയിലാക്കി എൻ്റെ അനുവാദമില്ലാതെ എന്ന് ചോദിച്ചുകൊണ്ട് മലപ്പുറത്ത് ഒരു ഭർത്താവ് ആശുപത്രിയിൽ കയറി അറ്റാക്ക് ചെയ്യുകയുണ്ടായി. പ്രസവം വീട്ടിലേ പാടുള്ളൂ എന്നുള്ളത്. അപ്പോൾ ആ പ്രസവ പ്രക്രിയയുടെ നടത്തിപ്പിൻ്റെ ചുമതലക്കാരൻ ഞാനാണ് എന്നുള്ള രീതിയിൽ പുരുഷന്മാർ നിൽക്കുന്നു ഇപ്പോഴും. അത്തരത്തിൽ അതിശക്തമായിട്ടുള്ള പുരുഷാധിപത്യമുള്ള ഒരു കാലഘട്ടത്തിൽ ഇത്തരം സ്വാതന്ത്ര്യ പ്രഖ്യാപനങ്ങളെ എങ്ങനെ നമ്മൾക്ക് നടപ്പാക്കിയെടുക്കാൻ കഴിയും? ടീച്ചർ പോലും ഒന്ന് ഒതുക്കിയാണ് പറയുന്നത്. അതായത് എനിക്കിഷ്ടപ്പെട്ട അത് പുരുഷനാവട്ടെ ട്രാൻസ്ജെൻഡർ ആവട്ടെ ആരുമാവട്ടെ ആ വ്യക്തിയുടെ കൂടെ ഒരു യാത്ര പോകാൻ എനിക്ക് തോന്നിയാൽ അത് ചെയ്യാൻ കഴിയണം എന്ന് പറഞ്ഞ് അതിനെ ഒതുക്കത്തിൽ പറഞ്ഞ് നിർത്തുകയാണ് ചെയ്യുന്നത്. അതിനെ വിശദമായിട്ട് വിശദീകരിച്ച് പറഞ്ഞാൽ അത് കേൾക്കാവുന്നൊരു സമൂഹം തയ്യാറായിട്ടില്ല എന്നുള്ള ഭയം ടീച്ചർക്കില്ല. എന്തുകൊണ്ട് തോളിൽ കൈയിട്ട് എനിക്കൊന്ന് യാത്ര ചെയ്യണമെന്ന് തോന്നിയാൽ ആ വാക്ക് അത് പറയണമെന്ന് വിചാരിക്കുന്നുണ്ടാകും, പക്ഷേ അത് ആക്സെപ്റ്റ് ചെയ്യുന്ന സമൂഹം വളർന്നിട്ടില്ല. അതെ. 1ാം ക്ലാസ്സിലെ കുട്ടിയോട് 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് സമൂഹം വളരണം. അപ്പോൾ ഈ 40 എന്ന് പറയുന്ന വെക്കുന്ന പരിധി ഞാൻ മനസ്സിലാക്കുന്നത് ഈ തരത്തിൽ സ്വാതന്ത്ര്യത്തോടു കൂടി എനിക്കിനിപ്പോൾ അടുത്ത ആളെ വിവാഹം കഴിക്കണ്ടല്ലോ, അങ്ങനത്തെ ഒരു സ്വാതന്ത്ര്യമാവാം. അത് വിവാഹമേ വേണ്ട എന്നുള്ള നിലയ്ക്കുള്ള തിരിച്ചറിവ് ലോകവ്യാപകമായിട്ട് സ്ത്രീകളിലേക്ക് വരുന്നുണ്ട്. വിവാഹം എന്ന് പറയുന്ന വലിയ ബന്ധനം, വലിയ കുരുക്ക്, അതിലുപരിയായിട്ടൊരു സാമൂഹ്യ ജീവിയായിട്ട് ജീവിക്കാൻ, സ്വതന്ത്രയായിട്ട് ജീവിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് വരിക, സ്നേഹം തോന്നുന്നവരോട് സ്നേഹിക്കുക. ഇപ്പോൾ പൊതുവേ പറയാറുണ്ട്, ഇപ്പോൾ മെട്രോയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചെറുപ്പക്കാർ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ വയ്ക്കുന്നു. ആ ഉമ്മ വയ്ക്കുന്നത് കണ്ടിട്ട് അസ്വസ്ഥതയോടുകൂടി ഇരിക്കുന്ന മുതിർന്നവർ പലരുമുണ്ട്. വാസ്തവത്തിൽ അവർ പരസ്പരം കത്തിയെടുത്ത് കുത്തിക്കൊലപ്പെടുത്തുകയല്ല ചെയ്യുന്നത്, മറിച്ച് സ്നേഹിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള നിലയ്ക്ക് അതിനെ കാണാൻ കഴിയാത്ത ഒരു സമൂഹം, അതാണ് ഈ 1ാം ക്ലാസ് സമൂഹം എന്ന് പറയുന്നതാണ്. അതെ അതെ. താങ്കൾ ഈ വിവാഹ ജീവിതത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാനൊരു കാര്യം ഓർക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ പോകാനിടയായി. അപ്പോൾ ഒരു ടീച്ചറെ കണ്ടു. അപ്പോൾ ആ ടീച്ചർ എന്നോട് പറയുകയാണ്, വളരെ യങ്ങായിട്ടുള്ളൊരു ടീച്ചറാണ് കേട്ടോ, പറയുകയാണ്, ടീച്ചറെ ഈ വിവാഹമോചിതരായിട്ടുള്ള സ്ത്രീകളെ കാണുമ്പോൾ അവരുടെ മുഖം കാണുമ്പോൾ കൊതിയാവാണ്. ഞാനിപ്പോൾ ഈ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സ്ത്രീകൾ വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ ടീച്ചറുടെ കമൻ്റാണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത്. വിവാഹമോചിതരായ സ്ത്രീകളുടെ മുഖം കാണുമ്പോൾ എനിക്ക് കൊതിയാവുന്നു. ആ അധ്യാപിക നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബത്തിലാണ്, പക്ഷേ അച്ഛനും അമ്മയും ബെഡ് റിഡനാണ്. 10-16 വർഷമായിട്ട് ബെഡ് റിഡനായ പാരൻറ്റിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ അധ്യാപികയാണ്. അപ്പോൾ സ്കൂളിൽ വരണം, ഇത് നോക്കണം. എന്നാൽ അതിനെ വേണ്ട വിധത്തിൽ ആരെങ്കിലുമൊക്കെ നിർത്തി ആ കെയറിങ് കൊടുക്കാനുള്ളൊരു മനസ്ഥിതി നമ്മുടെ സമൂഹത്തിനില്ല. അത് അവളുടെ ഉത്തരവാദിത്വമാണ്. എന്നിട്ട് പറയുകയാണ്, എനിക്ക് ആവോളം ഉപദേശമാണ്, ഇങ്ങനെ നോക്കിയാൽ നിനക്ക് പുണ്യം കിട്ടും ഇല്ലേ. പണ്ട് സതി അനുഷ്ഠിക്കുന്ന കാലത്തും പറഞ്ഞിട്ടില്ലേ,
സതി, നീ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി ചാവുക എന്ന് പറഞ്ഞാൽ വെറുമൊരു ആത്മാഹൂതിയല്ല, മറിച്ച് നിനക്ക് ഒരു പുണ്യപ്രവൃത്തിയാണ്. ഇന്നും അത്തരം സതി അനുഷ്ഠിക്കുന്ന, വ്യത്യസ്ത അർത്ഥത്തിൽ സതി അനുഭവിക്കുന്ന ഒട്ടേറെ സ്ത്രീകളെ കുടുംബജീവിതത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. പഴയ തലമുറയെ. പുതിയ തലമുറ അതിൽ നിന്ന് മോചനം നേടി പുറത്തു വരുന്നു. അപ്പോൾ ചോദിക്കും, ഇപ്പോൾ ഞാനിത് സംസാരിച്ച് കഴിയുമ്പോൾ ചിലർ ചോദിക്കും, ടീച്ചറെ അങ്ങനെ ഒരു കുടുംബജീവിതം ഉണ്ടായത് കൊണ്ടല്ലേ ടീച്ചർ ഉണ്ടായത്? ഈ വൈകാരികമായ ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരും. ആ കുടുംബജീവിതം ഉണ്ടാവണം വേണ്ടാന്നൊന്നും നമ്മൾ പറയണില്ല. സ്ത്രീയും പുരുഷനും സൗഹാർദ്ദത്തോടു കൂടി അവർക്ക് കുടുംബമായിട്ട് ജീവിക്കാം. എങ്ങനെ? അവിടെ ഒരു ജനാധിപത്യ കുടുംബമായിട്ട് മാറണം. ഈ ജനാധിപത്യം എന്നുള്ളത് നമ്മുടെ കുടുംബത്തിനകത്ത് വന്നാൽ വളരെ മനോഹരമായി, വളരെ സൗഹാർദ്ദപരമായി, ഇന്നത്തെ ഈ പൊട്ടലും ചീറ്റലും ഒന്നുമില്ലാതെ എത്ര സുന്ദരമായി കുടുംബജീവിതം ആസ്വദിക്കാൻ കഴിയും. എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ 10ാം ക്ലാസ്സിലൊക്കെ കുട്ടികൾ, ആൺകുട്ടി പെൺകുട്ടി, അവർക്ക് അങ്ങനെ ഒരു സെക്സിനെ കുറിച്ചൊരു ബോധത്തോടു കൂടിയാണ് അവരുടെ ഇടപെടൽ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അവർ വളരെ ക്ലോസ് ഫ്രണ്ട്സാണ്. അവർ തോളെ കൈയിട്ട് നടക്കുന്നു, എടാ പോടാ എടി എന്നൊക്കെ വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നു. ചിലപ്പോൾ ഒരാൾ ഇരുന്നിട്ട് അടുത്ത ആൾ മടിയിൽ കിടക്കുന്നു. പക്ഷെ നമ്മൾ നോക്കുന്ന കണ്ണ് നമ്മുടെ ഒരു എന്താ പറയുക 80കളിലെ അല്ലെങ്കിൽ 70കളിലെ കണ്ണ് വെച്ചിട്ടാണ് നമ്മൾ നോക്കുക. എൻ്റെയൊക്കെ പ്രായത്തിലുള്ളവർ ഒരു പുരുഷൻ ഇതേപോലെ ടച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ വിവാഹത്തിന് ശേഷമായിരിക്കും. ഇന്ന് ആ കുട്ടി, അപ്പോൾ ആ വിവാഹത്തിന് ശേഷമുള്ള ടച്ചിൽ നമുക്ക് ഉണരുന്നത് ചിലപ്പോൾ നമ്മളുടെ മനസ്സിൽ കിട്ടിയിട്ടുള്ള വികാരങ്ങളും വിചാരങ്ങളുടെ ഭാഗമായിട്ട് സെക്സ് മാത്രമായിരിക്കാം. പക്ഷെ കുട്ടികളെ സംബന്ധിച്ച് അവർക്കതല്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സാധാരണ മനുഷ്യന്മാർ, ആൺപെൺ വ്യത്യാസമില്ലാതെ ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ ഇടപെടുന്നു, ടച്ച് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ ടച്ചിനെ കാണുന്നത് എന്താ? ഒരു സെക്ഷുവൽ ടച്ചായിട്ടാണ് നമ്മൾ കാണുന്നത്. അവരതല്ല. അവരൊരു ഫ്രണ്ട്ഷിപ്പ്, ഒരു ഹ്യൂമൻ ബീയിങ്, സ്നേഹിക്കാൻ പറ്റുന്ന, കൂട്ടുകൂടാൻ പറ്റുന്ന, ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഹ്യൂമൻ ബീയിങ്. വീട്ടിലെ കാര്യങ്ങൾ, സങ്കടങ്ങൾ, ഇതൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് എന്നുള്ള നിലയ്ക്കാണ് കുട്ടി കാണുന്നത്. ടീച്ചർക്കെതിരായിട്ടുള്ള അപവാദ പ്രചാരണം വന്നു കഴിഞ്ഞപ്പോൾ VD സതീശൻ, പ്രതിപക്ഷ നേതാവ്, ഇത് എൻ്റെ നെഞ്ചത്തോട്ട് എന്തിനെടുത്ത് വെക്കുന്നതെന്ന് അതാണ് വളരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ വന്നൊരു പ്രതികരണം. അതിലുപരിയായിട്ട് ഈ വിഷയത്തെ അതിൻ്റെ ഒരു വിശാലമായ അർത്ഥത്തിൽ കണ്ട് പ്രതികരിക്കുന്ന രീതിയിലേക്ക് വരികയുണ്ടായില്ല. അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പറവൂർ നിയമസഭാ മണ്ഡലത്തിൽ ഷൈൻ ടീച്ചറുടെ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഒപ്പം ഈ വിഷയം, അപവാദ പ്രചാരണത്തിനെതിരെ നടത്തിയ പോരാട്ടം ഒരു പ്രധാനപ്പെട്ട പ്രചാരണമായിട്ട് ടീച്ചർ മുന്നോട്ട് വയ്ക്കും? തീർച്ചയായിട്ടും മുന്നോട്ട് വയ്ക്കും. ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ തുല്യതയ്ക്ക് വേണ്ടിയുള്ളൊരു പ്രവർത്തനം കൂടിയാണ്. അത് എന്താ പറയുക, ഒരു ഫെമിനിസ്റ്റ് പ്രവർത്തനം കൂടിയായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മൾ ഫൈറ്റ് ഫോർ ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതെല്ലാം കൂടി ഇതിൻ്റെ അകത്ത് ഉൾപ്പെടും. എല്ലാ മനുഷ്യരുടെയും സ്വാതന്ത്ര്യം, എല്ലാ മനുഷ്യരുടെയും തുല്യത, എല്ലാ മനുഷ്യരുടെയും അന്തസ്സാർന്ന ജീവിതം, ഇതൊക്കെയാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തുല്യത എന്ന് പറയുമ്പോൾ മുരുകൻ കാട്ടാക്കട കമ്മ്യൂണിസത്തെക്കുറിച്ച് പാടിയ മനുഷ്യനാകണം എന്നുള്ളൊരു കവിതയുണ്ടല്ലോ. അതിൻ്റെ അകത്ത് അദ്ദേഹം പാടുന്നുണ്ട്, ഞാനുമില്ല നീയുമില്ല നമ്മളാകണം, നമുക്കു നമ്മളെ പകുത്തു പങ്കുവയ്ക്കണം. അപ്പം നമ്മളാകുന്ന പ്രവർത്തനമാണ് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതാണ് ഇടതുപക്ഷത്തിൻ്റെ ആശയം. ഏതായാലും രാഷ്ട്രീയമായ തുല്യതയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഷൈൻ ടീച്ചർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നത്. വളരെ നന്ദി. താങ്ക് യു.